സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് താഴെ തട്ടിലെത്തി പ്രായോഗിക പരിഹാരം കണ്ടെത്താനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ 2023 നടത്തിയ താലൂക്ക് തല അദാലത്തിലൂടെ കോട്ടയം ജില്ലയിൽ 3000-ലധികം പരാതികൾ പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 90%-ലധികവും കോട്ടയം ജില്ലയിൽ പരിഹരിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കുന്നതിനായി മന്ത്രിമാർ പങ്കെടുത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ ദിവസവും അതിൻ്റെ പരാതി പരിഹരിക്കാൻ അപേക്ഷിക്കും. അതുവഴി സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ധാരാളം ആളുകൾക്ക് തങ്ങളുടെ മുമ്പിൽ വരുന്ന ചില പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹാരം കാണാൻ കഴിയുന്ന സാഹചര്യം സന്താനമാക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിലേറെ ശ്രദ്ധേയമായി കണ്ടുവരുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പലപ്പോഴായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കാതെ വരുമ്പോൾ നിരാശരായി നാളെ നിൽക്കുന്ന ബഹുജനങ്ങളുണ്ടാവാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ കാര്യത്തിലുള്ള തർക്കങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒക്കെയാണ്. അത്തരം കാര്യങ്ങളെ എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ പ്രതിനിധികളും ജനപ്രതിനിധികളും പഠനകർത്താക്കളും കൂടിച്ചേർന്നിരുന്ന് പരസ്പരം ആലോചിച്ചതിന് പരിഹാരം കാണുന്ന പദ്ധതിയാണ് നാം വിശ്വസിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇന്ന് തീർപ്പിലെത്തിക്കാൻ പറ്റാത്ത നേരങ്ങളുണ്ടെങ്കിൽ ഉദ്ഘാടന യോഗത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് അദാലത്തിൽ പരാതികൾ കുറഞ്ഞു വന്നത് ഇത്തരം അദാലത്തുകളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്നതിന്റെ തെളിവാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിമാരായ വി എൻ വാസവൻ, റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്താണ് കോട്ടയം ജില്ലയിലെ 5 താലൂക്കുകളിലായി അദാലത്തുകൾ നടത്തുന്നത്. വൈക്കം താലൂക്കിലെ അദാലത്ത് ഡിസംബർ 10 രാവിലെ 10 മുതൽ വൈക്കം വല്ലകം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കും. മീനച്ചിൽ താലൂക്കിലെ അദാലത്ത് ഡിസംബർ 13 രാവിലെ 10 മുതൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലും, ചങ്ങനാശ്ശേരി താലൂക്കിലേത് ഡിസംബർ 16 രാവിലെ 10 മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും. ഡിസംബർ 12 നടക്കേണ്ട കാഞ്ഞിരപ്പള്ളി താലൂക്ക് അദാലത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. RMS ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധം വിരമ്പി. ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, വ്യാപാര മേഖലകളിലെ പ്രമുഖരടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള RMS ഓഫീസ് നിർത്തലാക്കരുത് എന്ന് തിരുവനന്തപുരത്തെത്തി പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലെത്തി അവിടുത്തെ അധികാരമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഞാനും പേപ്പർ സംവിധാനത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം മിനിഞ്ഞാന്ന് ആലോചനയോഗം കൂടി ആ യോഗത്തിന് തീരുമാനപ്രകാരം ഇപ്രകാരം ഒരു ധർണ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തുന്നത്. നമുക്കറിയാം, 2018 നിർത്താനുണ്ടാക്കിയ ആ തീരുമാനം പിൻവലിച്ചു. കേരളത്തിൽ നിന്നുള്ള കോട്ടയത്തിന്റെ മാവേലിക്കര പ്രിയപ്പെട്ട MP കൊടുക്കുന്ന തൊഴിൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായ തീരുമാനമെടുത്ത് ഈ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിന് ചുമതലയുള്ള മന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. RMS നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ഒന്നാകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏറ്റെടുക്കുകയാണെന്ന് ജോ മൈക്കിൾ MLA പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. RMS സംരക്ഷണ സമിതി ചെയർമാൻ സണ്ണി തോമസ്, ചങ്ങനാശ്ശേരി അതിരൂപത PRO ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, BJP നേതാവ് അഡ്വക്കേറ്റ് B രാധാകൃഷ്ണ മേനോൻ, CPIM ഏരിയ സെക്രട്ടറി KD സുഗതൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ജോസഫ്, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി, MR രഘുനാഥ്, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, ബീന ജോബി, ജോസുകുട്ടി കുട്ടമ്പേരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2ാം കുട്ടനാട് പാക്കേജ് അടിയന്തരമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു. നെല്ലിന്റെ സംഭരണ വില 40 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും നെല്ലുവില രൊക്കം പണമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ കർഷകർ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അതിനായി കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന സമഗ്രമായ 2ാം കുട്ടനാട് പാക്കേജ് ഉടൻ നടപ്പിലാക്കണമെന്നുമാണ് KV ബിജു ആവശ്യപ്പെട്ടത്.
രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന കമ്മിറ്റി കുട്ടനാട് മാമ്പുഴക്കരിയിലെ ക്രിസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംസ്ഥാനതല നെൽ കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിത്ത് മുതൽ എല്ലാ മേഖലയിലും കുത്തകകൾ വരുമ്പോൾ കർഷകന്റെ ലാഭം കുറയുകയും കൃഷി നഷ്ടത്തിലാവുകയും ചെയ്യും. അപ്പോൾ അവരെങ്ങനെ ലാഭം എടുക്കുന്നതിന് ഒറ്റ ഉദാഹരണം പറയാം. ഒരു നല്ല സ്റ്റഡി പുറത്തു വന്നിരുന്നു. ആ സ്റ്റഡിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ കൊറോണയുടെ സമയത്ത് ലോജിസ്റ്റിക്സ്, അതായത് നമ്മുടെ സപ്ലൈ ചെയിൻ മുഴുവൻ, അതായത് കയറ്റിറക്ക് ബാക്കി കാര്യങ്ങൾ തടസ്സപ്പെട്ടു എന്നുണ്ട്. അങ്ങനെ ഒരു തടസ്സവും ഭക്ഷ്യ വിതരണത്തിൽ സംവിധാനം ഉണ്ടായിരുന്നില്ല. വിത്തിന്റെ മുതൽ ചില്ലറ വ്യാപാരികൾ വരെയുള്ള കുത്തകളെല്ലാം വില കൂട്ടി. ഉദ്ഘാടന യോഗത്തിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അധ്യക്ഷനായിരുന്നു. ക്രിസിന്റെയും ഇൻഫാം ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഡയറക്ടർ ഫാദർ തോമസ് താന്നിയാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സേവ് വെസ്റ്റേൺ ഗട്ട്സ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജെയിംസ് വടക്കൻ സെമിനാറിൽ മോഡറേറ്ററായി. സ്വാഗത സംഘം ചെയർമാൻ ചാക്കപ്പൻ ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. നെൽകർഷകരുടെ വിഷയങ്ങൾ ഉയർത്തി 9 ദിവസം ഉപവാസം നടത്തിയ NKSS ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് ചെയർമാൻ ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരെ സെമിനാറിൽ ആദരിച്ചു. ജോസുകുട്ടി ഒഴുകയിൽ, നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വിജയലാലി, വർക്കിംഗ് ചെയർമാൻ PR സതീശൻ, കർഷക നേതാവ് ജോസ് ജോൺ വെങ്ങാന്തറ, ഉണ്ണികൃഷ്ണൻ ചേർത്തല, സിറ്റി തോമസ് കാച്ചാങ്കോടം, ജോർജ് സിറിയക്, ഔസേപ്പച്ചൻ ചെറുകാട്, നൈനാൻ തോമസ് മുളപ്പാമഠം തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ ചാക്കപ്പൻ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരിപാടി ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. പ്രഭാഷണ പരമ്പരയിലെ 7ാമത് പരിപാടിയാണ് തലവടി SDVS ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ മാണത്താറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടന്ന കഥയരങ്ങിൽ കഥാകൃത്തുക്കളായ മധുബാൽ, ഫ്രാൻസിസ് നറോണ, ഗിരിജ സേതുനാഥ്, സലിൻ മാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കഥയരങ്ങിന് ശേഷം ചേർന്ന പൊതുസമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, എന്റെയൊക്കെ കൊച്ചിലെ 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മളെല്ലാം റേഡിയോയുടെ മുന്നില്ല. ചലച്ചിത്രകാലം ഇല്ലേ, 6 മണി നമ്മൾ കറക്റ്റായിട്ടിരിക്കുക. അത് എത്ര പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ മുന്നിലുണ്ട് 6 മണി. പല കഥാപ്രസംഗങ്ങളും നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഇല്ലേ, മറ്റ് ഒരുപാട് നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആകാശവാണിയിൽ കൂടി വരുന്ന നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ചിന്തകൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എന്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഒരു കാലത്ത് നമുക്ക് ഉത്തേജനവും പ്രചോദനവും തന്നിരുന്നത് ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആശ്രയമതായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അല്ലേ, ഒരുപാട് മാധ്യമങ്ങളും അതുപോലെ TV ചാനലുകളും സംവിധാനങ്ങളും ഹൈടെക് ഇൻഫോർമേഷൻ ടെക്നോളജികളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം പുറകോട്ട് പോയി. പക്ഷെ എന്നാലും ഇവരൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നെയധികം വളരെയധികം ചിന്തിപ്പിച്ച വിഷയമാണ്. ചടങ്ങിൽ തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം മേധാവി ശിവകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ ചരിത്രകാരൻ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തി. തലവടി വാസ്തവത്തിൽ അതിന്റെ പേര് കേൾക്കുന്നത് പോലെ, ഇന്നിപ്പോ ഉച്ചരിക്കുന്നത് പോലെ തലവടിയല്ല. പിന്നെയോ തല അടി, തലയ്ക്ക് അടിക്കുകയല്ല. കുട്ടനാടിന്റെ ഉത്തമ അംഗമാണ് തലവടി. അതായത് ഗേറ്റ് വേ, പ്രവേശന കവാടം. അപ്പൊ ആ അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന്, അല്ലെങ്കിൽ പണ്ടത്തെ നീരേറ്റുകുളത്തിന് തലവടി എന്ന പേര് ഉണ്ടാകുന്നത്. തിരുവല്ല അതിവേഗം പുരോഗമിച്ചപ്പോഴും തലവടി അതിന്റെ ഗ്രാമീണ സ്വഭാവം. തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, SDVS ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് MK സജി, തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള NGO യൂണിയൻ റെസ്റ്റാർ കലാവേദി നടത്തിയ സർക്കാർ ജീവനക്കാരുടെ ആലപ്പുഴ ജില്ലാ കായികമേള H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനിയിലായിരുന്നു മത്സരങ്ങൾ. ഒരുപാട് ദീർഘമായി ഞാൻ സംസാരിച്ചു പോകേണ്ടതായിട്ടുള്ള മത്സരങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാന പോയിന്റിലേക്ക് എത്തി സ്വന്തമായ വരുമാനം ആർജിച്ച് ജീവിതത്തിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു സന്ദർഭം വന്നാൽ മിക്കവാറും പൊതുവെ ആളുകൾ പിന്നെ വേറെ ഏത് തരത്തിലേക്കുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും
അതെല്ലാം പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം. അങ്ങനെയാണ് അത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നന്നായി കലാപരമായ കഴിവുണ്ട്, അല്ലെങ്കിൽ സർഗപരമായ മറ്റ് ശേഷികളുണ്ട്, അല്ലെങ്കിൽ കായികപരമായ കഴിവുണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ വിദ്യാഭ്യാസ കാലത്ത് അതിന്റെയൊക്കെ ഭാഗമായി നമ്മൾ പോകും. മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് സമ്മാനം നേടും. അപ്പോൾ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. അവിടെ കൊണ്ട് അതങ്ങ് ബ്രേക്ക് ചെയ്യപ്പെടുന്ന നിലയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ ഈ പ്രവർത്തനം അങ്ങനെയെല്ലാം ഒരു മികച്ച കഴിവുകളുള്ള ആളുകൾ സർക്കാർ ജീവനക്കാരായി മാറിപ്പോയി എന്നതുകൊണ്ട് പിന്നെ അവർക്ക് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനോ പരിപോഷിപ്പിക്കാനോ ഉള്ളൊരു അല്ലെങ്കിൽ മാറ്റിവയ്ക്കാനോ പറ്റുന്ന വേദികൾ ഇല്ലാതാവുന്ന ഘട്ടത്തിൽ അത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഓട്ടം, ഹൈ ജംപ്, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, നടത്തം എന്നീ ഇനങ്ങളിൽ സീനിയർ, സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ് എന്നിങ്ങനെ 3ആയി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC ശ്രീകുമാർ, B സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PP അനിൽകുമാർ, അരുൺകുമാർ, ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. AC കനാൽ തീരത്ത് ചെറിയ കടകൾ നിർമ്മിച്ച് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അധികാരികൾ പിന്തിരിയണമെന്ന് AC കനാൽ ഫുട്പാത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ആദ്യഘട്ടമായി ഇത് സംബന്ധിച്ച് നിവേദനം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AC കനാൽ ഫുട്പാത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ അംഗങ്ങൾ രാമഗിരിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം അസോസിയേഷൻ പ്രസിഡന്റ് പ്രസാദ് ചെത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസത്തിന് മണിക്കച്ചറ മുതൽ കൊന്നാങ്കര വരെ സെക്രട്ടറി പറഞ്ഞ പോലെ 106 കടകൾ കിയോസ്കർ ഒരേ മോഡൽ 3.25 ലക്ഷം രൂപ മുടക്കി കടകൾ നിർമ്മിച്ചു തരാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു. യോഗത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PR സതീശൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഉത്തമൻ പനങ്ങോട്ട്, ജോയിന്റ് സെക്രട്ടറി ബിജു സേവ്യർ, കുഞ്ഞുമോൻ പുഴവാതിൽ തുടങ്ങിയവർ സംസാരിച്ചു. അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ കുടുംബസമേതം കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടത്തിവന്ന കേരളോത്സവം 2024 സമാപിച്ചു. സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ ചർച്ച് ഹാളിൽ ചേർന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളോത്സവം സമാപനത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായിട്ട് എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും പഞ്ചായത്ത് തലത്തിൽ കേരളോത്സവം നടത്തി, തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നടത്തിയതിനു ശേഷം സംസ്ഥാന കേരളോത്സവം സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇപ്രാവശ്യത്തെ കേരളോത്സവം ചിലപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുകയാണ്. നമ്മളെ ഒരു വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. യുവതി യുവാക്കളുടെ സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കാനും അവരുടെ കലാപരവും കായികപരവുമായി അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കാനും ഒപ്പം സാഹോദര്യവും സഹകരണവും സഹവർത്തിത്വവും യുവതി യുവാക്കളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 6 മുതൽ 8 വരെ തീയതികളിൽ കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം എന്നിവയോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അഭിലാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സഞ്ജു ബിനോജ്, ആശ മനോജ്, KS വിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചു ഡോക്ടർ ആൽവിൻ ജോർജിന് നാട് വിട ചൊല്ലി. ആൽവിന്റെ മൃതദേഹം എടത്വ സെന്റ് ജോർജ് ഫൊറോന ദൈവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു. കളർകോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ MBBS 1ാം വർഷ വിദ്യാർത്ഥി എടത്വ കൊച്ചുമോൻ ലീന ദമ്പതികളുടെ മകൻ ആൽവിൻ ജോർജ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഞായറാഴ്ച വൈകുന്നേരം ആൽവിന്റെ മൃതദേഹം തലവടിയിലെ അമ്മ വീട്ടിൽ എത്തിച്ചിരുന്നു.
തിങ്കളാഴ്ച രാവിലെ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മൃതദേഹം ആൽവിൻ പഠിച്ച എടത്തുവ സെന്റ് അലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1:30 മൃതദേഹം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചത്. മന്ത്രി സജി ചെറിയാൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA, തോമസ് കെ തോമസ് MLA എന്നിവരുൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖരടക്കം വലിയൊരു ജനാവലിയാണ് നാട്ടുകാരുടെ കൊച്ചു ഡോക്ടർ ആൽവിൻ ജോർജിനെ ഓർമ്മയുടെ ലോകത്തിലേക്ക് യാത്രയയക്കാൻ എത്തിയത്. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് വേണ്ടി DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പുഷ്പചക്രം അർപ്പിച്ചു. ജോസഫ് മുരിക്കന്റെ 50ാം ചരമവാർഷിക ദിനം കേരള സംസ്ഥാന നെൽ നാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കൃഷിക്കാരുടെ മാർഗദീപമായിരുന്നു ജോസഫ് മുരിക്കനെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അനുസ്മരിച്ചു. അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ തെല്ല് പരിഹാരം കണ്ടെത്തുവാൻ കായൽ നിലങ്ങൾ നികത്തി കൃഷിസ്ഥലമാക്കി മാറ്റിയ പ്രഗത്ഭനായ കാർഷിക ഗവേഷകനായിരുന്നു ജോസഫ് മുരിക്കനെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അനുസ്മരിച്ചു. അദ്ദേഹത്തെ കായൽ രാജാവെന്നും കുത്തക കൃഷിക്കാരനെന്നും കർഷക മുതലാളിയെന്നുമൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ജനം അതെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു മാതൃകാ കൃഷിക്കാരനാണ് എന്ന് അദ്ദേഹത്തെ വിളിക്കുവാൻ തുടങ്ങി. ആലപ്പുഴയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ജോസഫ് മാരാരിക്കുളം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ഒരു രീതിയിലും അവസാന നാളുകളിൽ ഒരിക്കൽ പോലും സ്മരിക്കപ്പെടാതിരിക്കുകയും ഇത്രയധികം ലോകത്തും കേരളത്തിലും എല്ലാം പട്ടിണി ഉണ്ടായിരുന്ന കാലത്ത് കേരള ജനതയെ ഭക്ഷണത്തിലേക്ക് നയിച്ച ഒരു മഹാനായ വ്യക്തി അന്ത്യനാളുകളിൽ അദ്ദേഹം ആഗ്രഹിച്ച നാള് പോലും ആഗ്രഹിച്ചത്ര കാലം. കാര്യം മഹാരാജാവിന്റെ കുടുംബം വന്നു എന്ന് ആദ്യത്തെ വിത്ത് വിതയ്ക്കുകയും ആ വിത്ത് വിതയിൽ പങ്കുചേരുകയും ആ രാജകുടുംബത്തിന്റെ പേരിൽ ആ കായൽ അറിയപ്പെടുകയും ചെയ്തിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന് ആഗ്രഹിച്ച ജീവിതത്തിൽ ജീവിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം പണിത ആ കൃഷിക്കാർക്ക് വേണ്ടി പണിത കൃഷി സാമഗ്രികളെല്ലാം കൊണ്ട് സമ്പന്നമാക്കിയ കുട്ടനാട്ടിൽ ഒരിക്കലും അന്ത്യവിശ്രമം കൊള്ളാൻ പോലും കഴിയാതെ വന്നതിലുള്ള ദുഃഖത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കുട്ടനാട്ടിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനിയും കുറച്ചുകൂടെ കാര്യമായ രീതിയിലുള്ള പ്രസ്ഥാനങ്ങളോ അദ്ദേഹത്തിന് സ്മരിക്കപ്പെടുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങളോ ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജോസഫ് മുരിക്കന് ഉചിതമായ സ്മാരകം കുട്ടനാട്ടിൽ സ്ഥാപിക്കണമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രസംഗം നടത്തിയ കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി T. കുര്യൻ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ തോട്ടുങ്ങൽ ജോർജ് ജോസഫ്, ME ഉത്തമക്കുറുപ്പ്, ബേബിച്ചൻ ചെമ്മോത്ത്, H. സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രൈവർക്ക് നെഞ്ചുവേദന. ചങ്ങനാശ്ശേരി കുരിശുമൂട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് മുൻപായിട്ടാണ് അപകടം സംഭവിച്ചത്. ചുങ്കപ്പാറയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് വന്ന സെയിന്റ് ആന്റണീസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളാവൂർ സ്വദേശിയായ പ്രദീപ് R. നായരാണ് വണ്ടി ഓടിച്ചിരുന്നത്. കുരിശുമൂട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം വണ്ടി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറ്റി നിർത്തിയെന്നാണ് വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞത്. ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച പ്രദീപിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബസ് ഡിവൈഡറിൽ ഇടിച്ചു നിന്നതുമൂലം വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. റോഡിൽ ഇടത്തോട്ടോ വലത്തോട്ടോ വണ്ടി പാളി നീങ്ങിയാൽ അത് വലിയ അപകടത്തിന് കാരണമായേനെ. യാത്രക്കാരായ 3 പേർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റതായി റിപ്പോർട്ടുകളുണ്ട്. കാൽനട യാത്രക്കാർക്കൊന്നും അപകടം സംഭവിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബസിന്റെ ഉടമസ്ഥൻ തോമസ് ആന്റണി ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പങ്കാളിത്ത പെൻഷൻ മൂലം ദുരിതം നേരിടുന്നവർ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ഭിക്ഷാടന സമരം നടത്തി. കേരള മൂവ്മെന്റ് ഫോർ ഓൾഡ് പെൻഷൻ സ്കീം എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. KMO PS സംസ്ഥാന പ്രസിഡന്റ് നിസാമുദ്ദീൻ ശാസ്താംകോട്ടയുടെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. കേരള സർക്കാർ സേവിച്ച ജീവനക്കാരെ, സിവിൽ സർവീസിൽ നിന്നും റിട്ടയർഡായ ജീവനക്കാരെ ഭിക്ഷയെടുക്കൽ സമരത്തിലേക്ക് സർക്കാരും ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, അതല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അവർ ചെയ്ത എന്താണ് അവർ തിന്മ ചെയ്തത് എന്ന് പോലും പറയാതെ അവരുടെ പെൻഷൻ നിഷേധിച്ചു, PCRG നിഷേധിച്ചു. വെറും PFRDയുടെ പേര് പറഞ്ഞാണ്. PFRD എന്ന് പറയുന്നത് ജസ്റ്റിസ് യതീഷ് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് അത് സർക്കാരിന്റെ ഓർഡിനൻസിലൂടെ നടപ്പാക്കുകയാണ്. PFRD വീണ്ടും സർക്കാരിന്റെ ഒരു ഓർഡിനൻസിലൂടെ അത് പിൻവലിക്കാൻ പറ്റും. പിന്നെ നമ്മളെ ജീവനക്കാരെ ഇവരെന്തിനാണ് ഇത്രയും വിഷമിപ്പിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല.
നമ്മൾ തന്നെ വ്യത്യസ്തമായ സമരങ്ങൾ എറണാകുളം ജില്ലയിൽ മേനകയിൽ, അതുപോലെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ, സെക്രട്ടേറിയറ്റിൽ, പാലക്കാട് സിവിൽ സ്റ്റേഷനുമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങളെല്ലാം നമ്മൾ പട്ടിണിയാണ് എന്നുള്ള ഓരോ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി, ഇവിടുത്തെ സംഘടനാ നേതാക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി CS ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് ഭാരവാഹികളായ റുക്കിയ ബീബി, രതീഷ് പുത്തൻവേലിക്കര, ജോഷി കല്ലുങ്കൽ, ശാരദ, മോളി, ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവവും ആഴിപൂജയും നടത്തി. ഭക്തിനിർഭരമായ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി രാഹുൽ രാജേന്ദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജാകർമ്മങ്ങൾ. രമസ്വാമി സഹകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് സോമൻ, സെക്രട്ടറി രാജൻ കല്ലുമ്മേൽ, വൈസ് പ്രസിഡന്റ് മിനി അജികുമാർ, ഗിരീഷ് നന്ദനം, സജോ ഇടത്തിൽ, സുനിൽ വളഞ്ചേരി, നിഷാദ് കല്ലുമ്മേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.